ഹലോ ഗൈസ്, ഇന്ന് കണ്ടാലൊരു ബീഫ് ഫ്രൈ പോലെ തോന്നിക്കുന്ന ഒരു സോയാബീൻ ഫ്രൈ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ സോയാബീൻ കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം പൊട്ടിച്ചതിന് ശേഷം ഈ കഴുകി വെച്ച സോയാബീൻ കഷ്ണങ്ങളിലെ മുറിച്ച് വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കുറേശ്ശെ ഇട്ടുള്ളേ. എന്നിട്ട് തിരുമ്മി അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അളവൊന്നുമില്ല, അതൊരു ഏകദേശം നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവ് ഏകദേശം അതനുസരിച്ച് ഇടുന്നത്. അപ്പം അത് നന്നായി ചതച്ചത് കുത്തി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും പൊടികളിട്ടിട്ട് ലോ ഫ്ലെയിമിലാണ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതേ വെളിച്ചെണ്ണയിലാട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കരിയാണ്ട് നോക്കണേ, തീ കൂട്ടാണ്ടെന്നാൽ മതി. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ പച്ച ചെവയൊന്ന് മാറിക്കിട്ടും. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. ഒരിക്കലും തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും, പിന്നെ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്താൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ പച്ച ചെവക്ക കുത്തും പച്ചച്ചെവൻ്റെ കുത്തും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടൊരു പ്രത്യേക സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഞാൻ 2 സവാളയും 2 തക്കാളിയും അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ നല്ലതുപോലെ പിന്നെ ഇറക്കി കൊടുക്കുന്നത്. കാരണം പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ അടച്ച് വെക്കാനും കുഴപ്പമില്ല, പക്ഷേ അടിയിൽ പിടിക്കും തോന്നുന്നവർക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉപ്പുപൊടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഉള്ളി ഒന്നും കൂടി മൂത്ത് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴണ്ടി വരണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പുപൊടി ആഡ് ചെയ്യാം. കാരണം ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്യുമ്പം വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ അവസാനം ചേർക്കാലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ആ പൊടികളൊക്കെ അടി പിടിച്ച് ചെറിയ പോലെ നിൽക്കും. അടി പിടിച്ചതല്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും. അതൊക്കെ നല്ലതുപോലെ ആ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് യോജിപ്പിച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കുന്നുമുണ്ട്. അതിൽ കാണിക്കുന്നൊന്നുമില്ല. നിങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാനും മറക്കരുത്. പിന്നെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ബാക്കി വെള്ളം, അതായത് 1 ഗ്ലാസ് വെള്ളം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ പൊടിയും ആ ഉള്ളിയും ഒക്കെ പാടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി വെള്ളം ആഡ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളമല്ല, നേരത്തെ അര ഗ്ലാസ് ഒഴിച്ചു, പിന്നെ 1 ഗ്ലാസും കൂടി ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും. പിന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വന്നതിന് ശേഷം നമുക്ക് ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ സമയത്ത് നമ്മൾ അടച്ച് വെക്കുന്നില്ല. ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ചൊന്ന് ഫ്ലെയിം കുറയ്ക്കുക. വളരെ ലോ ആക്കും വേണ്ട, എന്നാൽ ഹൈ ഫ്ലെയിം അല്ലാത്ത മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് അത് നമുക്ക് വറ്റിച്ചെടുക്കാം. ആ വെള്ളമൊക്കെ വറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ നോക്കുക. എന്നിട്ട് നല്ലതുപോലെ ആ വെള്ളം വറ്റി റോസ്റ്റ് രീതിയിൽ ആയി എടുക്കണം. അതാണ് അതിൻ്റെ ഒരു അളവ് പാകവും. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ ഒക്കെ നോക്കിയിട്ട് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ല നാടൻ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ അങ്ങനെ ഓരോ തവണയായിട്ട് ഞങ്ങൾ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ആ വെള്ളമൊക്കെ വറ്റി ആ സോയാബീനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കളറ് തന്നെ മാറി വരും കേട്ടോ. ആദ്യം നമുക്കൊരു യെല്ലോയിഷ് കളറാണെങ്കിൽ അവസാനത്തേക്ക് നല്ല ബീഫ് ഫ്രൈൻ്റെ അതേ ഒരു കളറിൽ കിട്ടും. അതുവരെ നിങ്ങളത് വെള്ളം വറ്റിച്ചിട്ട് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ മറക്കരുത്. മടി പിടിച്ചാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി കിട്ടത്തില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വറ്റി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാനിവിടെ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പുപൊടീൻ്റെ കുറവുണ്ട്. ഞാൻ ഒരുപാട് ആദ്യം ഇട്ടില്ല കേട്ടോ, കാരണം മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ടേ ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാതിരിച്ചിട്ട് ഞാൻ പിന്നെ നോക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എരിവൊക്കെ ഏകദേശം പാകത്തിനേ ഇട്ടുള്ളൂ. ഒരുപാട് സ്പൈസി ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് കൂടുതൽ തന്നെയുള്ളൂ.
പിന്നെ ആവശ്യത്തിന് എരിവൊക്കെ മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ആഡ് ചെയ്യാൻ. എന്നിട്ട് തന്നെ എരിവൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കുരുമുളകൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, മീറ്റ് മസാലയിലും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, ഓവറില്ലാന്ന് മാത്രം. പിന്നെ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്ത് ഏകദേശം നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും സോയാബീൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോഴാണ് ടേസ്റ്റ് വരിക. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒന്നുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. ആ പെരുംജീരകം പൊട്ടിച്ച് ഞാൻ ഇട്ടതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച സമയത്ത് പെരുംജീരകം അതിൻ്റെ കൂടെ ചതച്ചാലും മതി. ഞാനത് അങ്ങനെ ചതയ്ക്കാൻ വിട്ട് പോയതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ പെരുംജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ ഒന്ന് പൊരിച്ചെടുത്തത് കേട്ടോ. ഒരുപാട് മുരിച്ചിട്ടുമില്ല, ഒരു ഹാഫായിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ചുറ്റിച്ച് ആ വെള്ളം മൊത്തം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഏകദേശം അളവൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഞാനിത് പറയാത്തതെന്നുണ്ടെന്ന് വെച്ചാൽ ഞാനും അങ്ങനെ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഒന്നല്ല, തട്ടിക്കൂട്ട് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് അപാരമായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെ അളവനുസരിച്ചിട്ട് തന്നെ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ സവാള കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടുക, അല്ലെങ്കിൽ മധുരിക്കുന്നൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതനുസരിച്ചിട്ടും ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഇവിടെ ഇളക്കി റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. എല്ലാ വെള്ളവും ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.